ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഹൗ ടു ബി ഗുഡ് ലിസണർ, എങ്ങനെ ഒരു നല്ല ലിസണർ ആവാം, നല്ലൊരു ശ്രോതാവ് എങ്ങനെ ആവാം എന്നുള്ളതാണ് ഗൈസ്. നല്ല ശ്രോതാവ് എങ്ങനെ ആവാം എന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കുറേ പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ഞാൻ അതേ പോയിൻറ്റ്സ് ചുമ്മാ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ തള്ളുക എന്നുള്ളൊരു സംഗതി അല്ല എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് തിരിച്ചറിവുകൾ, കുറച്ച് കാര്യങ്ങൾ, അതല്ലാണ്ട് ഒരുപാട് ഇങ്ങനെ വിശദമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ലൊരു ശ്രോതാവ് എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കയറി ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളൊരു സംഗതിയാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരാൾ നമ്മുടെ ഇത് സംസാരിക്കാൻ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറേ മുൻവിധികളും അതേപോലെ തന്നെ നമ്മുടേതായ കുറേ തിയറികളും അല്ലെങ്കിൽ നമ്മുടേതായ ഒരു പെർസെപ്ഷനും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ, നമ്മുടേതായ അഭിപ്രായങ്ങളൊക്കെ. ഇത് പെട്ടെന്ന് ഇമ്പോസ് ചെയ്യാണ്ടിരിക്കുക. അവരൊരു കാര്യം പറയുമ്പോൾ ആദ്യം അവരെ കേൾക്കുക എന്നുള്ളതാണ്. അവർ കേൾക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവർക്കിങ്ങനെ പറന്ന് ഒരുപാട് പറയാൻ ഉണ്ടാവണം എന്നൊന്നുമില്ല. അവർക്ക് വേണ്ടത് ഒരാൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരിക്കണം, ഒരു വിശ്വാസമായിരിക്കണം. അപ്പോൾ എന്താ വെച്ചാൽ അവർ പറയാൻ അനുവദിക്കുക. അവരിങ്ങനെ പറയുന്നത് വെച്ചാൽ പറയുന്നു പറയുക എന്നുള്ളതല്ല, പ്രഷറൈസ് ചെയ്യാണ്ടിരിക്കുക. അവരേതായ ഒരു ഓളത്തിന് ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ആളുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുറേ വന്ന് പറയുമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലോക്ക് ആകുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യുക എന്ന് വെച്ചാൽ നേരെ പുഷ് ചെയ്ത് അവർ ബാക്കിക്കാണ്ട് വിടുക എന്നുള്ളതല്ല ഉദ്ദേശിച്ച്. ഇതാണോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് അങ്ങനെ മുഴുവനായിട്ട് ചോദിക്കാണ്ടിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് അവർ അത്രയും പേഴ്സണലായിട്ടുള്ളൊരു കാര്യമുണ്ട് വിചാരിക്കുക, അവർക്ക് സംസാരിക്കാൻ അവർക്ക് ഭയങ്കര ഫിയർഫുള്ളായിട്ടുള്ളൊരു സാധനമായിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതാണോ എന്നൊരു ചോദിക്കേണ്ടി വരും. അതല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്കാലത്തെ ഒരു അനുഭവം അങ്ങനെ ചോദിച്ചാൽ മതി. അപ്പോൾ അവരെന്താ വെച്ചാൽ അവരതിൽ നിന്ന് തുടങ്ങുന്നുണ്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന പോലെ ആളുകൾക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ബ്ലോക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഒരിക്കലും ഒരാളെ നമ്മൾ കേൾക്കുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ ഒന്നും ശ്രദ്ധിക്കാണ്ടിരിക്കുക. അതായത് ചില ആൾക്കാർ പറഞ്ഞില്ലേ, ആ എക്സ്പ്രഷൻ എന്ത് ജാടയാണ്, എന്ത് അഹങ്കാരമാണ്, അല്ലെങ്കിൽ പുച്ഛമാണ്, അങ്ങനെയൊന്നും ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. അതെന്താ കാര്യം എന്ന് വെച്ചാൽ സ്ട്രെസ്സ് ട്രോമയെ കൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ ചിലപ്പോൾ എലി പുന്നല് അടിച്ച പോലെ എക്സ്പ്രഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ എക്സ്പ്രഷൻ നോക്കണ്ട, അവർ പറയുന്നതിൻ്റെ ടോണും ശ്രദ്ധിക്കണ്ട. അതൊക്കെ പിന്നത്തെ കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവരെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക, അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഗതി. പിന്നെ നമുക്കെന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ഭയങ്കരമായിട്ട് കരയും. അപ്പോൾ പുറത്തേക്ക് വാക്കുകളൊന്നും വരുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്നാലും അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഇത് ഭയങ്കര പേഴ്സണലായ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ സെൽഫ് ഹാം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അയ്യോ ഞാനത് പറഞ്ഞു പോയല്ലോ, ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ കൈകൊണ്ട് ഇങ്ങനെ നിലത്തിങ്ങനെ അടിക്കണ പോലെയോ, അല്ലെങ്കിൽ സ്വയം ഇങ്ങനെ തലയ്ക്ക് ഇങ്ങനെ അടിക്കുന്ന പോലെയോ, അല്ലെങ്കിൽ ഭയങ്കര പെട്ടെന്ന് വെച്ച് പകുതി വെച്ചിട്ട് സ്റ്റക്കായിട്ട് പേടിച്ച പോലെയോ. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരെ കുറച്ചുകൂടി അതൊരു ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യണ ഒരു സാധനം, ഒരു ചലഞ്ചിങ് ആയ ഒരു സാധനമാണെന്നുള്ള രീതിയിൽ എടുക്കുക. ചലഞ്ചുകൾ ഏറ്റെടുക്കുന്ന ആളുകൾക്ക് ഭയങ്കര ധൈര്യമായിരിക്കും. അത് എത്ര പോയി കിടക്കുന്ന സമയത്ത് അവർ സ്വയം ചലഞ്ച് ചെയ്തു. അപ്പോൾ ഡീപ്പ് ബ്രത്ത് എടുത്തിട്ട് അവർ പറയും. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അല്ലാണ്ട് പറയൂ ഐ ആം ഹിയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും വർക്കൗട്ട് ആവണമെന്നല്ല. അത് ദ്രോഹമാണ് പലപ്പോഴും ഒരാളുടെ ഇത് ചെയ്യുന്നത്. അവർക്ക് ഭയങ്കര പേടി ഉണ്ടായിരിക്കും, ആങ്സൈറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു സാധനം, മറ്റേ മാത്തനെ വിളിക്കണില്ലേ മറ്റോള്, എന്നിട്ട് പറയണില്ലേ എടാ എന്നൊന്ന് മോട്ടിവേറ്റ് ചെയ്താണ്. അപ്പം പറഞ്ഞത് ആദ്യം നീ പൊളിയാണ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടൊന്നും അവളുടെ പേടി മാറണ്ടല്ലോ, അവസാനം അവളെ തെറി വിളിക്കേണ്ട അവസ്ഥ വന്നു അല്ലേ. അതുപോലുള്ളൊരു രീതിയിലൊക്കെ ഇടയ്ക്ക് ചെയ്യേണ്ടി വരും. ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാൻ കുറേ ആൾക്കാരുണ്ട്, കേൾക്കാനാണ് ആളില്ലാത്തത്. അപ്പോൾ നല്ലൊരു കേൾവിക്കാരിയാവുക എന്നുള്ളത് പറയുന്നത് ഒരു ആർട്ടാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക എന്ന് കരുതിയിട്ട് നമ്മൾ ഒരാളെ കേൾക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ നമ്മളെ മാറ്റിമറിച്ചിരിക്കണം എന്നൊന്നുമില്ല. നമ്മൾ ജെനുവിൻ ചില ആളുകൾ എന്താ വെച്ചാൽ ചുമ്മാ അവരുടെ ടൈം പാസിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ രീതിയിൽ വരണം. എനിക്കങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓവറായിട്ട് എമ്പതി കാണിക്കാണ്ടിരിക്കുക. അത് അവർ നമ്മളെ വല്ലാണ്ട് യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു 10-10 നിൽക്കുക. പിന്നെ പലർക്കും എമ്പതി കാര്യമായിട്ടുള്ള ആളുകൾക്ക് വരുന്ന പ്രശ്നമാണ്, ഒരാൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവരുടെ ഇമോഷനൊക്കെ നമ്മുടെ തലയിൽ കയറിയിട്ടാണ് പൊട്ടും. അത് നമ്മളെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ അതങ്ങനെ ബാധിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലൊരു കേൾവിക്കാരി ലൈഫിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അതിൻ്റെ വില പലർക്കും അറിയില്ല. അത് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ ആളില്ലാണ്ട് ആവണവർക്കാണ് ഞാൻ പറയുന്ന പെയിന് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഇഷ്ടംപോലെ ആളുകളുണ്ടായിരിക്കും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ. പക്ഷേ അവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് നമ്മുടെ ഊർജ്ജമൊക്കെ ചിലവഴിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ
അവരെ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ നമുക്കൊന്നും വില ഇല്ലാണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം എന്താ വെച്ചാൽ എല്ലാവരും കേൾക്കാണ്ടിരിക്കുക. എന്തിപ്പോൾ അതിൻ്റെ ആവശ്യം? ഡിസേർവിങ് ആയ ആളുകൾ കുറേ ഉണ്ട്, അത് അപരിചിതരൊക്കെ ആയിരിക്കും, അവരെ കേൾക്കുക എന്നുള്ളതാണ്. അവർക്ക് എന്താ പറയാനുള്ളതെന്നൊക്കെ കേൾക്കുക. നമ്മൾ നമ്മുടെ ഒരു പേഴ്സണൽ സർക്കിളിൽ, ക്ലോസ് സർക്കിളിലുള്ള ആളുകൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ കേൾക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കേൾക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ എന്താ വെച്ചാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, കാര്യം ക്ലിയറായിട്ട് പറയുക. എനിക്ക് ഇങ്ങനെ കുറച്ച് നേരം ഇന്നൊരു സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഇന്നൊരു ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയുക. എന്നിട്ടൊരു ടൈം ഷെഡ്യൂൾ ചെയ്യുക, സംസാരിക്കുക, അവർ സംസാരിക്കുന്നത് കേൾക്കുക. അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. ബൗണ്ടറികൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഗതി. പല ആളുകൾക്ക് ഇങ്ങനെ കേൾക്കാൻ ഒരാളില്ലാത്തതുകൊണ്ട് ഒരു ആത്മഹത്യയുടെ വക്കിൽ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ മൈൻഡിൽ വെക്കുമ്പോൾ ഞാനിപ്പോൾ എത്ര ബൗണ്ടറിയുടെ കാര്യം പറഞ്ഞാലും നമുക്ക് ലൈഫിൽ അത് ശരിയാവണമെന്നില്ല. അപ്പോൾ കേൾക്കാൻ ആളുണ്ടാവുക എന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ് ഗൈസ്. ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ബൗണ്ടറി കീപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ചെയ്യലൊന്നുമില്ല. ഇപ്പം എന്താ വെച്ചാൽ ഞാൻ ആളുകളോട് വല്ലാണ്ട് പേഴ്സണൽ കോൺടാക്റ്റ് വെക്കലില്ല. അതാണ് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കാര്യം. ഞാൻ പക്ഷേ സ്ട്രേഞ്ചേഴ്സിനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിപ്പോൾ അതിനുള്ളൊരു മാധ്യമം കൂടിയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഒറ്റപ്പെട്ട് കുഞ്ഞൊരു സർക്കിളിലേക്ക് ഒതുങ്ങുന്നൊരു സാധനം ഉണ്ടല്ലോ, പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളത് പബ്ലിക്കായിട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.